പ്രിയ സുഹൃത്തുക്കളെ, മഹാന്മാരുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിത വിജയത്തിന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ടാകും. അതുപോലെ തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാവുന്ന ചില അമൂല്യ പാഠങ്ങൾ, അമൂല്യ രത്നങ്ങൾ അവരുടെ വാക്കുകളിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പല തെറ്റായ വിശ്വാസങ്ങളും പല മോശം സ്വഭാവങ്ങളും മാറ്റിയെടുക്കാനുള്ള ട്രിഗർ മെസ്സേജ് ആകാൻ അവയ്ക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കാം. അതിനുവേണ്ടി നമ്മൾ അവരുടെ ജീവചരിത്രം വായിക്കുകയും അവയിലെ നല്ല കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ നിലയിൽ അനുകരിക്കാൻ ശ്രമിക്കുകയും വേണം. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അന്ധമായ ഒരുതരം മിമിക്രിയല്ല. അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അനുകരിക്കാൻ പഠിക്കണം. അനുകരിക്കുക എന്ന മലയാള വാക്കിന് ഇംഗ്ലീഷിൽ മിമിക് എന്നും ഇമിറ്റേറ്റ് എന്നും എമുലേറ്റ് എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എമുലേറ്റ് എന്ന അർത്ഥത്തിലാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. മഹാന്മാരുടെ ജീവിതം വഴിവിളക്കുകളാണ്. ജീവിതത്തിൻ്റെ ഇരുട്ടിൽ വിഷമിക്കുന്ന നമ്മൾക്ക് അവർ വെളിച്ചം കാണിച്ചു തരുന്നു. നമ്മളെല്ലാം ക്രിക്കറ്റ് കളി കാണുന്നവരാണ്. ചുരുങ്ങിയ പക്ഷം ടി വിയിലെങ്കിലും ആ കളി കാണാത്ത ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ ബ്രിട്ടീഷ് കോളനികളായ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമാണ് ക്രിക്കറ്റ് കളി നിലവിലുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറയുക. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമുള്ള ഒരു കളിയാണിത്. മാന്യന്മാരുടെ കളി, ജെൻറ്റിൽമെൻസ് ഗെയിം എന്നാണ് ക്രിക്കറ്റ് കളി അറിയപ്പെടുന്നത്. എനിക്ക് ക്രിക്കറ്റ് കളിയുടെ സാങ്കേതികത്വങ്ങൾ അധികം അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ: ഒരാൾ കളിക്കളത്തിൻ്റെ ഒരറ്റത്തു നിന്നും പന്തെറിയുന്നു. അയാളുടെ ടീമിൽ തന്നെ പെട്ട കളിക്കാർ ഫീൽഡേഴ്സ് എന്ന പേരിൽ കളിക്കളത്തിൽ നിരന്നു നിൽക്കുന്നു. എതിർ ടീമിൽപ്പെട്ട ഒരാൾ തറയിൽ കുഴിച്ചിട്ട 3 വിക്കറ്റ് സ്റ്റമ്പുകൾക്ക് മുൻപിൽ നിന്ന് ബാറ്റ് ചെയ്യുന്നു. പന്തടിച്ച് സ്റ്റമ്പ് വീണാൽ ബാറ്റ്സ്മാൻ കളിക്ക് പുറത്താകുന്നു. അദ്ദേഹം അടിക്കുന്ന പന്ത് ഫീൽഡർ അന്തരീക്ഷത്തിൽ വെച്ച് പിടിച്ചാലും ബാറ്റ്സ്മാൻ പുറത്താകും. എന്നാൽ നിലം തൊടാതെ കളിക്കളത്തിലെ ബൗണ്ടറിക്കപ്പുറത്തേക്ക് പന്ത് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 6 റൺസ് ബാറ്റ്സ്മാന് ലഭിക്കും. ഇനി നിലം തൊട്ട് ബൗണ്ടറിക്കപ്പുറത്തേക്ക് പോയാൽ 4 റൺസും ഒറ്റയടിക്ക് ലഭിക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ പരിമിതമായ ക്രിക്കറ്റിനെക്കുറിച്ചുള്ള അറിവ്. ഇനി നമ്മുടെ സബ്ജക്റ്റ്, റിക്കി തോമസ് പോണ്ടിങ് എന്ന മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇപ്പോൾ അദ്ദേഹം ക്രിക്കറ്റിൻ്റെ കോച്ചാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് കളിയിൽ 13,000 റൺസ് എടുക്കുക എന്ന അപൂർവ ബഹുമതി അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഏകദേശം 70-ലധികം സെഞ്ചുറികൾ അദ്ദേഹം ക്രിക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തോട് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ എല്ലാ പ്രാവശ്യവും ഫീൽഡ്മാൻമാർ നിൽക്കുന്ന ഗ്യാപ്പിലൂടെ പന്തടിക്കുന്നത് എന്ന്. അങ്ങനെ ഫീൽഡ്മാൻമാർ നിൽക്കുന്ന ഗ്യാപ്പിലൂടെ അടിച്ചാലല്ലേ അദ്ദേഹം ഔട്ടാവാതെ അദ്ദേഹത്തിന് 6 റൺസ് ഒറ്റയടിക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ബൗണ്ടറിക്ക് അപ്പുറം കടന്നുപോയാൽ മാത്രമേ അദ്ദേഹത്തിന് 4 റൺസ് ഒരുമിച്ച് കിട്ടുകയുള്ളൂ. ഈ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ ലളിതവും കൃത്യവുമായിരുന്നു. എവറി ബാറ്റ്സ്മാൻ സർവേസ് ദ ഫീൽഡ് before striking the ball, and he sees the position of each fielder, but I don't see the fielders. I see only the gaps. പന്തടിക്കുന്നതിന് മുൻപ് ഓരോ ബാറ്റ്സ്മാനും കളിക്കളത്തെ വീക്ഷിക്കുകയും ഓരോ ഫീൽഡറുടെയും സ്ഥാനം അയാളുടെ മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ ഉണ്ടാവുകയും ചെയ്യും.
എന്നാൽ ഞാൻ ഫീൽഡർമാരെ കാണില്ല. ഞാൻ ഫീൽഡർമാർക്കിടയിലെ ഗ്യാപ്പുകൾ മാത്രമേ കാണൂ. റിക്കി പോണ്ടിങ്ങിൻ്റെ ഈ വാക്കുകളിൽ നിന്നും വലിയ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. ജീവിതത്തിൻ്റെ കളിക്കളത്തിൽ തടസ്സങ്ങളിലല്ല നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, മറിച്ച് അത്തരം തടസ്സങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന അവസരങ്ങളിലാണ്, അവയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. തടസ്സങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അതിനിടയിൽ വരുന്ന അവസരങ്ങൾ നമ്മൾ കാണില്ല, അവ ശ്രദ്ധിക്കാൻ കഴിയില്ല. മനഃശാസ്ത്രം പറയുന്നു, ഏതൊന്നിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നമുക്ക് വലുതായി തോന്നും. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ പരിഹാര മാർഗങ്ങൾ സ്വയം കണ്ടെത്താൻ കഴിയും. ഫീൽഡർമാർക്കിടയിൽ ഗ്യാപ്പ് ഉള്ളതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും. എവ്രി പ്രോബ്ലം ഹാസ് എൻ ഇൻബിൽറ്റ് സൊല്യൂഷൻ. ഫൈൻഡ് ഔട്ട് ദാറ്റ് സൊല്യൂഷൻ. ഇഫ് ദർ ഈസ് നൺ, ഇൻവെൻറ്റ് വൺ. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു.